ഭഗവാൻ മഹാവിഷ്ണു സ്വരഭാനുവിന്റെ ശിരസ് ഛേദിച്ചതിനു ശേഷം രാഹുവും കേതുവും സൂര്യന്റെയോ ചന്ദ്രന്റെയോ മുൻപിൽ വരുമ്പോൾ ഗ്രഹണം സംഭവിക്കുന്നു. കാരണം തങ്ങളുടെ രഹസ്യം വെളിപ്പെടുത്തിയ സൂര്യനോടും ചന്ദ്രനോടും രാഹുവിനും കേതുവിനും പ്രതികാരം ചെയ്യണമായിരുന്നു. ഗ്രഹണം വെറുമൊരു ശാസ്ത്ര പ്രതിഭാസമല്ല, മറിച്ച് പ്രതികാരത്തിന്റെ അഗ്നിയാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അമരന്മാരായ ആ അസുരന്റെ നിഴലാണ് ഇന്ന് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത്. എന്നാൽ രാഹുവും കേതുവും വിനാശത്തിന്റെ പ്രതീകങ്ങൾ മാത്രമാണോ? അല്ല. രാഹു ഭൗതികമായ ആഗ്രഹങ്ങൾ, അത്യാഗ്രഹം, ഭ്രമം എന്നിവയെ രാഹു പ്രതിനിധീകരിക്കുന്നു. കേതു ബന്ധങ്ങളിൽ നിന്നുള്ള മോചനം, ആത്മീയത, പൂർവ്വജന്മ കർമ്മങ്ങൾ, മോക്ഷം എന്നിവയെ കേതു പ്രതീകവൽക്കരിക്കുന്നു. ഒന്ന് ലോകത്തിലേക്ക് ആകർഷിക്കുമ്പോൾ മറ്റൊന്ന് ദൈവത്തിലേക്കും ആത്മീയതയിലേക്കും നയിക്കുന്നു. അവർ ശപിക്കപ്പെട്ട അസുരന്മാരല്ല, നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന രണ്ട് വഴികളുടെ സൂചനകളാണ്. അതുകൊണ്ടാണ് രാഹുവും കേതുവും നമ്മെ ഭയപ്പെടുത്താൻ മാത്രമല്ല നമ്മളെക്കുറിച്ച് മനസ്സിലാക്കാനും കൂടിയുള്ളതാണ് എന്ന് പറയുന്നത്. അടുത്ത തവണ ഗ്രഹണം ഉണ്ടാകുമ്പോഴോ നിങ്ങളുടെ ജാതകത്തിൽ രാഹുവിന്റെയോ കേതുവിന്റെയോ ദശ കാണുമ്പോഴോ ഭയപ്പെടരുത്. പകരം സ്വയം ചോദിക്കുക, ഞാൻ രാഹുവിന്റെ പാതയിലാണോ അതോ കേതുവിന്റെ പാതയിലാണോ പോകുന്നത്? കാരണം തീരുമാനം നിങ്ങളുടേതായിരിക്കും. നിങ്ങൾ ഭ്രമത്തെയാണോ മോക്ഷത്തെയാണോ തിരഞ്ഞെടുക്കുന്നത്? ഈ കഥ നിങ്ങളെ ചിന്തിപ്പിക്കുകയും അല്പമെങ്കിലും അത്ഭുതപ്പെടുത്തുകയും ചെയ്തുവെങ്കിൽ കമന്റ് ബോക്സിൽ ഓം നമോ നാരായണ എന്ന് തീർച്ചയായും എഴുതുക. രാഹുവിന്റെയും കേതുവിന്റെയും സമുദ്ര മന്ഥനെക്കുറിച്ചുമുള്ള നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓം നമോ നാരായണായ.